ഹായ് മക്കളെ, മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫെസ്റ്റീവ് ഫൺ എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ദ പിക്ചേഴ്സ് ഓഫ് ജൂലിയാസ് ഫ്രണ്ട് ആർ ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ കോളംസ്. അപ്പോൾ താഴെ നമ്മുടെ ജൂലിയയുടെ ഫ്രണ്ട്സിനെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അവരുടെ പേരെന്താണെന്ന് മനസ്സിലാക്കി ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുള്ളതിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് വെയില്, ഒക്ടോപ്പസ്, ക്രാബ്, ഷാർക്ക്, ജെല്ലി ഫിഷ്, മാക്രീൽ, സ്റ്റാർഫിഷ്, ബ്രൗൺ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ പേര് എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷാർക്കാണ്. ദെൻ സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, മാക്രിൽ, ബ്രൗണ്, ക്രാബ്, ഒക്ടോബസ്, വെയിൽ, ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ. അപ്പോൾ ജസ്റ്റ് അവരുടെ പേര് ഈ ബോക്സിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. ഇനി ആക്ടിവിറ്റി നമ്പർ 2, സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. താഴെ നമുക്ക് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ദം ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ അതിനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസുമായിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. എന്നിട്ട് ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്നും കൂടുതൽ ലിസ്റ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് പൊമഗ്രനേറ്റ്, ബ്രൊക്കോളി, ആപ്പിൾ, ഗ്രേപ്സ്, ക്യാരറ്റ്, പൊട്ടാറ്റോ, ക്യൂക്കമ്പർ, സ്ട്രോബെറി, പൈനാപ്പിൾ, cauliflower, avocado, watermelon, beans, peas, radish, blueberry, kiwi, papaya, cabbage, plum, pear, beetroot, lady's finger, spinach, tomato, orange, cherry, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് ആദ്യം ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. പൊമഗ്രനേറ്റ്, ആപ്പിൾ, ഗ്രേപ്സ്, സ്ട്രോബെറി, അവക്കാഡോ, പൈനാപ്പിൾ, വാട്ടർമെലൺ, കിവി, ബ്ലൂബെറി, പപ്പായ, പ്ലം, പിയർ, ഓറഞ്ച്, ചെറി, ഇത്രയും ഇതിൽ ഫ്രൂട്ട്സ് ആണ്. ഇനി വെജിറ്റബിൾസിൽ വരുന്നത് ക്യാരറ്റ്, ബ്രൊക്കോളി, പൊട്ടാറ്റോ, ക്യൂക്കമ്പർ, കോളിഫ്ലവർ, ബീൻസ്, പീസ്, റാഡിഷ്, ക്യാബേജ്, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ, ഇത്രയും വെജിറ്റബിൾസിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കോളത്തിൽ ഇത് എഴുതി കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് തേർഡ് ആക്ടിവിറ്റി ആണ്, ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സാലഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ്, റീഡ് ഇറ്റ്. ഇപ്പോൾ താഴെ നമുക്കൊരു വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൺ റോ, അഥവാ പച്ചയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക. വാഷ് ദം, അതിനുശേഷം അത് നന്നായിട്ട് കഴുകുക. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്, അപ്പോൾ അതിൻ്റെ സ്കിന്ന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്നൊക്കെ കളയാം. ദെൻ ചോപ്പ് ദം ഇൻ ടു പീസസ്, അതിനുശേഷം അത് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക, ചോപ്പ് ചെയ്തെടുക്കുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ, അതിനുശേഷം അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ആഡ് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ, ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് പെപ്പറും കുരുമുളകും ഇട്ട് കൊടുക്കുക. ദ സാലഡ് ഈസ് റെഡി, അങ്ങനെ സാലഡ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സാലഡ് റെഡിയാക്കേണ്ടത്. നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സാലഡ്. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സാലഡ്? അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക എന്നാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് അതിൻ്റെ റെസിപ്പി ഒന്ന് താഴെ എഴുതി കൊടുക്കുക. ടേക്ക് സം ഓഫ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുറച്ച് ഫേവറേറ്റ് ഫ്രൂട്ട്സ് എടുക്കുക. പീൽ ദ സ്കിൻ ഇഫ് ഇറ്റ് ഈസ് നീഡഡ്, അപ്പോൾ അത് തൊലി കളയാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കളയാം. വാഷ് ദം, അതിനുശേഷം നന്നായിട്ട് കഴുകുക. കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ്, അതിനുശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ, അതിനുശേഷം അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ആൻഡ് ആഡ് യുവർ ഫേവറേറ്റ് ഐസ്ക്രീം ഓർ കസ്റ്റാർഡ് മിക്സ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഫ്രൂട്ട് സാലഡ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമോ അല്ലെങ്കിൽ കസ്റ്റാർഡ് മിക്സോ നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൂട്ട് സാലഡ് ഈസ് റെഡി. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ റെസിപ്പി ജസ്റ്റ് ഇവിടെ എഴുതാം. ഫോർത്ത് ആക്ടിവിറ്റി, ഒബ്സർവ് ദ പിക്ചേഴ്സ്, ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ. ഇവിടെ ഈ പിക്ചറിൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ ഷോപ്പിലുണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കി താഴെ പേര് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാട്ടർമെലൺ, ജാക്ക് ഫ്രൂട്ട്, ബനാന, ഓറഞ്ച്, ഗുവാവ, പൈനാപ്പിൾ, മാംഗോ, ബ്ലൂബെറി, കസ്റ്റാർഡ് ആപ്പിൾ, ഇത്രയുമാണ് അതിലുള്ളത്. ഇനി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് സ്പിനാച്ച്, പംകിൻ, പൊട്ടാറ്റോ, ടൊമാറ്റോ, ബിറ്റർ ഗോഡ്, ക്യാരറ്റ്, കാബേജ്, ടാപ്പിയോക്ക, യാം സ്നേക്ക്, ഗോഡ്, ഇത്രയുമാണ് അതിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേര് ജസ്റ്റ് അവിടെ എഴുതുക. ഫിഫ്ത്ത് ആക്ടിവിറ്റി, പ്രിപ്പയർ ആൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ പിക്ചേഴ്സ് നമുക്ക് കിട്ടും. അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറയുന്നത്. അത് കൂട്ടുകാർ ചെയ്ത് നോക്കാം.
സിക്സ്ത് വൺ എന്ന് പറയുന്നത് റീറൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. താഴെ തന്നിട്ടുള്ള ഫോർമാറ്റിൽ ഇതിനെ മാറ്റി എഴുതുക. എങ്ങനെയാണ്? എ മെർമെയ്ഡ് ഇസ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്താക്കിയിട്ട് മാറ്റണം? എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ. അവിടെ അപ്പിയേഴ്സ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്, അതിനെ അപ്പിയേർഡ് എന്നുള്ള പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതുക. താഴെയുള്ള സെൻറ്റൻസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഫസ്റ്റ് വൺ, ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ് എന്നുള്ളതാണ്. ജെല്ലി ഫിഷ് തിളങ്ങുന്ന അങ്ങനെ വെട്ടിത്താവുന്ന ആ ഒരു ലൈറ്റ്സ് കൊണ്ടുവന്നു. അത് നമുക്ക് എഴുതാം ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്. അവിടെ ബ്രിങ്സ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, ബ്രോട്ട് എന്നുള്ളത് അതാക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ് വൺ, ദ വേവ്സ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. അതിനെന്താണ്? കം എന്നുള്ളത് മാറ്റി കെയിം എന്നാക്കുക. ഓക്കെ, ഗെയിം അല്ല സി ആണ് കേട്ടോ, കെയിം എന്നാക്കി മാറ്റുക. നെക്സ്റ്റ് വൺ, ദ ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. നമ്മുടെ ഡോൾഫിന് നല്ല മണമുള്ള പൂക്കളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിനെന്താണ്? കൊണ്ടുവന്നിരുന്നു എന്നാക്കിയിട്ട് മാറ്റണം അല്ലേ. ദ ഡോൾഫിൻ ക്യാരിയഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് എന്നാക്കി മാറ്റുക. നെക്സ്റ്റ്, ജൂലിയ സ്മൈൽസ് എന്നുള്ളത് ജൂലിയ സ്മൈൽഡ് എന്നായിട്ട് മാറും. ദ പാർട്ടി ബിഗിൻസ് എന്നുള്ളത് ദ പാർട്ടി ബിഗാൻ എന്നായിട്ട് മാറും. ഓക്കെ, എ ആണ്, ബിഗാൻ എന്നായിട്ട് മാറും. സെവൻത്ത് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് വേർഡ്സ് അണ്ടർലൈൻ ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ താഴെയുള്ള പിക്ചർ നോക്കുക, അതിനുശേഷം അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സംഭവത്തിൻ്റെ ഗ്രൂപ്പ്സിനെ പറയുന്ന പേരാണ്. അഥവാ എ ഫിഷ് എന്ന് പറയും ഒരു ഫിഷിനെ. ഇനി ഒരുപാട് ഫിഷ് ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഫിഷ് എന്നല്ല, എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് നമ്മൾ പറയാം. നെക്സ്റ്റ്, എ ബനാന എന്ന് പറയുന്നത് എ ബഞ്ച് ഓഫ് ബനാന എന്നാണ് അതിൻ്റെ കൂട്ടത്തിനെ പറയുന്നത്. എ ഡോഗ് എന്നുള്ളത് എ പാക്ക് ഓഫ് ഡോഗ് ആയിട്ട് മാറും. ദെൻ നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഈ ബ്രാക്കറ്റിൽ നിന്നും ശരിയായിട്ടുള്ളത് ആപ്റ്റ് ആയിട്ടുള്ളത് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഹേർഡ്, ടീം, ബഞ്ച്. ഇവിടെ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ കൂട്ടമാണ് അല്ലേ, അത് പ്ലെയേഴ്സാണ്. അപ്പോൾ അതിനെന്താ പറയുക? എ ടീം ഓഫ് പ്ലെയേഴ്സ് എന്നാണ് നമ്മൾ പറയാം. നെക്സ്റ്റ് വൺ, ഷീപ്പാണ്. ഷീപ്പിൻ്റെ കൂട്ടത്തിന് എ ഹെഡ് ഓഫ് ഷീപ്പ് എന്നാണ് നമ്മൾ പറയാം. നെക്സ്റ്റ് വൺ, കീ ആണല്ലേ, അവിടെ കീന് എന്താ പറയുക? എ ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുക, എ ബഞ്ച് ഓഫ് കീസ് എന്ന് പറയും. അപ്പോൾ ഇത് ഓരോ കൂട്ടത്തിനും ഓരോ പേരുകളാണ് പറയുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി നമ്പർ 8 ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ബൈ ജോയിനിങ് ദ ഡോട്ട്സ്, കളർ 8. താഴെയുള്ളൊരു പിക്ചേഴ്സിൽ ഈ ജോയിനൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ട് നിങ്ങളൊരു പിക്ചർ ആക്കി എടുക്കുക. അതിനുശേഷം അതിന് നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കുക. റൈറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ഗോൾഡ് ഫിഷ്. എന്നിട്ട് ഇത് മെർമെയ്ഡാണ്, അപ്പോൾ മെർമെയ്ഡും ഗോൾഡ് ഫിഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ താഴെ എഴുതി കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്കത് നോക്കാം. മെർമെയ്ഡ് പറയാണ്, ഹായ് മൈ ഡിയർ ഗോൾഡ് ഫിഷ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറയാണ്. മെർമെയ്ഡ്, താങ്ക് യു സോ മച്ച് ഡിയർ ഗോൾഡ് ഫിഷ്, യു ആർ ലുക്കിംഗ് സോ പ്രിറ്റി ടുഡേ. നീ ഇന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. മെർമെയ്ഡ് എന്താ പറയുക? ഗോൾഡ് ഫിഷ് പറയാണ്. അപ്പോൾ മെർമെയ്ഡ് പറയും താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെൻറ്റ്. നീ പറഞ്ഞ ഈ കോംപ്ലിമെൻറ്റിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള ഒരു സ്മോൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡു യു എൻജോയ് പ്ലേയിങ് വിത്ത് വാട്ടർ. നിങ്ങൾക്ക് വെള്ളവുമായിട്ട് കളിക്കാൻ ഇഷ്ടമാണോ? ലെറ്റ് us read a poem. എങ്ങനെയാണെങ്കിൽ ഈ പോം ഒന്ന് വായിക്കാം. വാട്ടർ, ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. എന്താണ്? ആ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോകുന്നത് കാണാം. ഡസ് എനിവൺ നോ വേർ ദ വാട്ടർ ഗോസ്. നിങ്ങൾക്കറിയോ ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന്? ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ കംസ്. ഡസ് എനിവൺ നോസ് വേർ ദ വാട്ടേഴ്സ് ഫ്രം. എന്താണ്? ഇനി ടാപ്പ് തുറക്കുക, അപ്പോൾ വെള്ളം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ആർക്കെങ്കിലും അറിയോ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്? ദെൻ വാട്ടർ ഈസ് ക്ലീൻ. വെള്ളം എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് വാട്ടർ ഈസ് കൂൾ. വെള്ളം എന്ന് പറയുന്നത് തണുപ്പുള്ള ഒന്നാണ്. ലിവിങ് ഇൻ റിവേഴ്സ്. ഇതുള്ളത് എവിടെയാണ്? റിവേഴ്സിലാണ്, പുഴയിലാണ്. ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്. അതുപോലെ തന്നെ മഴ പെയ്ത് പൂൾസിലും ആവുന്നു. യെറ്റ് വാട്ടർ ക്യാൻ ട്രിക്കിൾ ആൻഡ് വെൽസ് ക്യാൻ ഡ്രൈ അപ്പ്. ഇന്ന് വാട്ടറൊക്കെ ഇല്ലാതാവുകയാണ്, വെല്ലൊക്കെ നമ്മളെ കിണറുകളൊക്കെ വറ്റി വരലാണ്. ദർ ഈസ് നത്തിങ് ലെഫ്റ്റ്. ഇപ്പോഴും ഒന്നും നഷ്ടമായിട്ടില്ല. ടു ഫിൽ ദ കപ്പ്. എന്താണ്? നമ്മുടെ കപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ഒന്നും നഷ്ടമായിട്ടില്ല, നമുക്കത് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം സേവ് ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ തരുന്നത്. നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി നമ്പർ 9 ആണ്. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം
ദോഷകരമായ ഒന്ന് തന്നെയാണ്. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട്ബുക്ക് അഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷന് എതിരായിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങളുടെ അടുത്ത് നോട്ട്ബുക്കിൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. സേ നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന് നോ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഒരു പിക്ചർ വരച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 10th വൺ എന്ന് പറയുന്നത് ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. എങ്ങനെയാണ് ഒരു പേപ്പർ ഫിഷ് ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. കൂട്ടുകാർ പേപ്പർ എടുത്ത് ഇതിൽ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആക്ടിവിറ്റി നമ്പർ 11 റീഡ് ദ ഫോളോയിങ് പോം. താഴെയുള്ള പോം വായിക്കുക. കംപ്ലീറ്റ് ദ പോം ആൻഡ് ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ ഇത് വായിച്ച് ഇതിന് നല്ല ഭംഗിയുള്ള ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്. വെള്ളം ഇവിടെയുണ്ട്, നല്ല ഫ്രഷ് ആണത്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, അത് മലമുകളിൽ നിന്നാണ് വരുന്നത്. ചിയേഴ്സ് ആസ് ആൻഡ് ത്രിൽസ്, നമുക്ക് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വാട്ടർ ഈസ് ക്ലിയർ, വെള്ളം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒന്നാണ്. ഇറ്റ് ഈസ് സോ നൈസ്, ഇത് വളരെ നൈസായിട്ട് വളരെ ഭംഗിയുള്ള ഒന്നാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, അത് ഹിൽസിൽ നിന്ന് വരുന്നു. ചിയേഴ്സ് ആൻഡ് ത്രിൽസ്, അത് നമുക്ക് സന്തോഷവും ഇതൊക്കെ തരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തു പറയാം? വാട്ടർ ഈസ് ക്ലിയർ എന്ന് തന്നെ നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അത് ബാക്കി നമുക്ക് എഴുതി കൊടുക്കണം. വാട്ടർ ഈസ് പ്യുവർ, ഇറ്റ് ഈസ് സോ കൂൾ, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് ആസ് ആൻഡ് ത്രിൽസ്. നെക്സ്റ്റ്, വാട്ടർ ഈസ് റിയർ, ഇറ്റ് ഈസ് സോ സോഫ്റ്റ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് ആസ് ആൻഡ് ത്രിൽസ്. വാട്ടർ ഈസ് അവേഴ്സ്, ഇറ്റ് ഈസ് സോ പ്രീഷ്യസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് ആസ് ആൻഡ് ത്രിൽസ്. അപ്പോൾ ഇതേപോലെ 2-3 ലൈൻ അവിടെ എഴുതി കൊടുക്കുകയും ചെയ്യണം. നെക്സ്റ്റ് വൺ, റൈറ്റ് മോർ എക്സ്പ്രഷൻ സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ഇതേപോലെ സിമിലർ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. തന്നിട്ടുള്ളത് സോ എമ്മി, സോ ഡിലീഷ്യസ് എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ എഴുതാം? സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, സോ പ്രിറ്റി, സോ ഹാൻസം, സോ ഗ്രേറ്റ്, സോ എമ്മി, സോ ഡിലീഷ്യസ്. ഇത് നമുക്ക് ഇവിടെയും എഴുതി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, റീഡ് ആൻഡ് റിജോയ്സ് എന്നുള്ളതാണ്. ദ ഹംഗ്രി കാറ്റർപില്ലർ എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ ദർ വാസ് എ ലിറ്റിൽ എഗ് ഓൺ എ ലീഫ്. എന്താണ് ഈ ചെറിയ മൂണിൻ്റെ ലൈറ്റിൽ ഒരു ചെറിയ മുട്ട എന്താണ് ഈ ലീഫിൽ, ഈ ഇലയിൽ ഉണ്ടായിരുന്നു. വൺ സൺഡേ മോർണിംഗ്, ഒരു ദിവസം ഞായറാഴ്ച മോർണിംഗ്, ദ വാം സൺ കെയിം അപ്പ്. നല്ല ഊഷ്മളമുള്ള സണ്ണ്, സൂര്യൻ പുറത്തേക്ക് വന്നു. ഔട്ട് ഓഫ് ദ എഗ് കെയിം എ ടൈനി ആൻഡ് എ വെരി ഹംഗ്രി കാറ്റർപില്ലർ. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ആ ഒരു എഗ്ഗിൽ നിന്നും ഒരു ചെറിയ നല്ല വിശപ്പുള്ള ഒരു ചെറിയ കാറ്റർപില്ലറും പുറത്ത് വന്നത്. ഷീ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ സം ഫുഡ്. അവൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ വേണ്ടി തുടങ്ങി. ഓൺ മൺഡേ ഷീ എയ്റ്റ് ത്രൂ 1 ആപ്പിൾ. അപ്പോൾ തിങ്കളാഴ്ച ആയപ്പോൾ അവളൊരു ആപ്പിൾ ഫുള്ളായിട്ട് കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. പക്ഷെ അവൾക്ക് അപ്പോഴും വിശപ്പുണ്ടായിരുന്നു. ഓൺ ട്യൂസ്ഡേ, അങ്ങനെ ട്യൂസ്ഡേ ചൊവ്വാഴ്ച ആയപ്പോൾ ഷീ എയ്റ്റ് ത്രൂ 2 പിയേഴ്സ് ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. അവൾ 2 പിയേഴ്സ് കഴിച്ചു, പക്ഷെ അവൾക്ക് അപ്പോഴും വിശപ്പുണ്ടായിരുന്നു. ഓൺ വെനസ്ഡേ, അങ്ങനെ വെനസ്ഡേ ബുധനാഴ്ച വന്നപ്പോഴോ ഷീ എയ്റ്റ് ത്രൂ 3 പ്ലംസ്. അവൾ 3 പ്ലംസ് കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി, പക്ഷെ അവൾക്ക് അപ്പോഴും വിശപ്പുണ്ടായിരുന്നു. ഓൺ തേഴ്സ്ഡേ ഷീ എയ്റ്റ് ത്രൂ 4 സ്ട്രോബെറീസ്. അങ്ങനെ തേഴ്സ്ഡേ വ്യാഴാഴ്ച വന്നപ്പോൾ അവൾ 4 സ്ട്രോബെറീസ് ആണ് കഴിച്ചത്. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി, പക്ഷെ അവൾക്ക് അപ്പോഴും അതൊക്കെ കഴിച്ചിട്ടും അവൾക്ക് വിശപ്പുണ്ടായിരുന്നു. ഓൺ ഫ്രൈഡേ ഷീ എയ്റ്റ് ത്രൂ 5 ഓറഞ്ചസ് ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. അങ്ങനെ വെള്ളിയാഴ്ച എത്തിയപ്പോഴേക്കും അവൾ 5 ഓറഞ്ച് കഴിച്ചു, അവൾ അപ്പോഴും വിശപ്പുള്ള ആളായിരുന്നു. ഓൺ സാറ്റർഡേ ഷീ എയ്റ്റ് ആൻഡ് നൈറ്റ് ഷീ ഹാഡ് എ സ്റ്റൊമക് കേക്ക്. അങ്ങനെ സാറ്റർഡേ വന്നപ്പോഴും അവൾ നന്നായിട്ട് കഴിച്ചു. അങ്ങനെ അന്ന് രാത്രി ആയപ്പോൾ അവൾക്ക് വയറ് വേദനിക്കാൻ വേണ്ടി തുടങ്ങി. ദ നെക്സ്റ്റ് ഡേ വാസ് സൺഡേ അഗെയിൻ. പിറ്റേ ദിവസം എന്താണ്? സൺഡേ തന്നെയാണ്. ദ കാറ്റർപില്ലർ എയ്റ്റ് ത്രൂ 1 നൈസ് ഗ്രീൻ ലീഫ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫെൽറ്റ് മച്ച് ബെറ്റർ. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ സൺഡേ വീണ്ടും വന്നപ്പോൾ എന്താ കഴിച്ചത്? ഒരു ലീഫ്, പച്ച ഇലയാണ് കഴിച്ചത്. അപ്പോൾ അവൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. ഷീ വാസൻറ്റ് ഹംഗ്രി എനിമോർ. അവൾക്ക് അപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷീ വാസൻറ്റ് എ ലിറ്റിൽ കാറ്റർപില്ലർ എനിമോർ. അപ്പോഴെന്താണ് അവൾ ലിറ്റിൽ കാറ്റർപില്ലർ അല്ല, ഒന്നും കൂടെ വലുതായിരുന്നു. ഷീ വാസ് എ ബിഗ് ഫാറ്റ് കാറ്റർപില്ലർ. നല്ല തടിച്ച ഒരു കാറ്റർപില്ലർ ആയിട്ട് മാറി. ഷീ ബിൽഡ് എ സ്മോൾ ഹൗസ്. അവളൊരു ചെറിയ വീട് ഉണ്ടാക്കി. കോൾഡ് എ കൊക്കൂൺ. അതിനെയാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. അറൗണ്ട് ഹെർ സെൽഫ്, അവളുടെ ചുറ്റുമാണത് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഷീ സ്റ്റേഡ് ഇൻസൈഡ് ഫോർ മോർ ദാൻ 2 weeks. അങ്ങനെ വീണ്ടും 2 ആഴ്ചയോളം അവൾ അവിടെ തന്നെ കിടന്നു. ദെൻ ഷീ നിബിൾഡ് എ ഹോൾ ഇൻ ദ കോക്കൂൺ. അങ്ങനെ അവൾ ആ കോക്കൂണിന് ഒരു ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പുഷ്ഡ് ഹെയർ വേ ഔട്ട് ആൻഡ് അവൾ അങ്ങനെ പുറത്തേക്ക് പുഷ് ചെയ്ത് വന്നു. ഷീ ബിക്കേം എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. അപ്പോൾ അവൾ നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മുടെ വേർഡിൽ ഈ ഒരു സ്റ്റോറി എഴുതാനാണ് നമ്മളിപ്പോൾ പഠിച്ച ഫെസ്റ്റീവ് ഫൺ എന്ന സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹൂ ഈസ് ദീസ്, ദെൻ വാട്ട് ഡിഡ് ഹി സീൻ ഇൻ ദ ഡീപ് സീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു സ്റ്റോറി നമുക്ക് എഴുതാം. നെറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ വേർഡ്സിൽ ഈ സ്റ്റോറി എഴുതുക. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള പിക്ചേഴ്സും കൂടെ വരക്കാം. എങ്ങനെ എഴുതാം? One day a goldfish was swimming in the sea. He saw his friends swimming in the same way. He too followed them. He reached near a beautiful palace. The palace was decorated with gems and pearls. At that time a beautiful mermaid appeared near the palace window. All the friends of the goldfish presented gifts to the mermaid and wished her happy birthday. They cut the cake and began the birthday party. They played music and started to dance. At that time suddenly a dolphin whistled loudly. All of the fish stopped the party and went near to dolphin. The dolphin said them that the humans are coming again to dump the plastic waste in their sea. All of them decided to drive the human out of the sea because many of their friends were died and they terrified those men. The men begged for their life. Then princess warned and left them go. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി നടത്തിയതും ആളുകൾ വന്നിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യാൻ വന്നതും ഡോൾഫിൻ പറഞ്ഞതും ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ എഴുതി കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 14 ആണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഈ പിക്ചറിനെ ബേസ് ചെയ്ത് വേണം നമുക്ക് താഴെയുള്ള ക്രിയേറ്റീവ് സ്പേസിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എഴുതാം വെജിറ്റബിൾ ആൻഡ് ഡാൻസ് പാർട്ടി എന്ന് ഹെഡിങ് കൊടുക്കാം. വൺ സൺഡേ മോർണിംഗ്, എന്താണ് നല്ല വെയിലുള്ള ഒരു ദിവസം, ഓൾ ദ വെജിറ്റബിൾസ് ഇൻ ദ ഗാർഡൻ വർ എക്സൈറ്റഡ്. ആ ഒരു ഗാർഡനിലെ എല്ലാ വെജിറ്റബിൾസും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു, വളരെ ആകാംക്ഷയായിരുന്നു. ദേ വർ ഗെറ്റിംഗ് റെഡി ഫോർ ദ വെജിറ്റബിൾസ് ഡാൻസ് പാർട്ടി. അപ്പോൾ അവരെല്ലാവരും വെജിറ്റബിൾസ് ഡാൻസ് പാർട്ടിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദ സ്റ്റേജ് വാസ് സെറ്റ് ആൻഡ് ദ ബാനർ വാസ് പുട്ട് അപ്പ്. അപ്പോൾ സ്റ്റേജൊക്കെ റെഡിയായി, ബാനറൊക്കെ പൊന്തി. ക്യാരറ്റ്, ബ്രിഞ്ചാൾ, പംകിൻ, ടൊമാറ്റോ ആൻഡ് ഓൾ ദെയർ ഫ്രണ്ട്സ് വെർ ബിസി പ്രിപ്പയറിങ്. അപ്പോൾ ക്യാരറ്റും ബ്രിഞ്ചാളും പംകിനും ടൊമാറ്റോ ഒക്കെ ഇതിനൊക്കെ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൽ തിരക്കാണ്. സൂൺ ദ ഷോ ബിഗിൻ. ബ്രിഞ്ചാൾ വെൽക്കം എവ്രി വൺ വിത്ത് മൈക്രോഫോൺ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപാടി തുടങ്ങിയപ്പോൾ ബ്രിഞ്ചാൾ മൈക്രോഫോണിൽ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ബ്രൊക്കോളി സാങ് എ ലവ്ലി സോങ്. ബ്രൊക്കോളി നല്ല ഒരു പാട്ട് പാടി. പംകിൻ ആൻഡ് പൊട്ടാറ്റോ ഡാൻസ് ബ്യൂട്ടിഫുൾ. പംകിനും പൊട്ടാറ്റോയും നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിച്ചു. ടൊമാറ്റോ പ്ലേഡ് ദ ഗിറ്റാർ വൈൽ അതേഴ്സ് ക്ലാപ്ഡ് ആൻഡ് ഡാൻസ്. അപ്പോൾ ടൊമാറ്റോ ഗിറ്റാർ വായിക്കുകയാണ്, ബാക്കിയുള്ളവരെല്ലാം ഡാൻസ് ചെയ്യും, ക്ലാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ക്യുക്കമ്പർ സ്പാൻ ലൈക്ക് എ ബെലനേറിന. അപ്പോൾ ഒരു ബലേറിനെ പോലെ തന്നെ നമ്മുടെ ക്യുക്കമ്പർ ഇങ്ങനെ കിടന്ന് കറങ്ങാണ് ചെയ്യുന്നത്. സഡൻലി ഡാർക്ക് ക്ലൗഡ്സ് അപ്പിയർഡ് ഇൻ ദ സ്കൈ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശം കറുത്തിരുണ്ടു. റെയിൻ പൗ ഡൗൺ. അങ്ങനെ റെയിന് പെയ്യാൻ വേണ്ടി തുടങ്ങി. ദ വെജിറ്റബിൾസ് റൺ അറൗണ്ട് ട്രൈ നോട്ട് ടു ഗെറ്റ് വെറ്റ്. അപ്പോൾ മഴ നനയാതിരിക്കാൻ വേണ്ടി വെജിറ്റബിൾസൊക്കെ ഓടുകയാണ്, ചുറ്റും ഓടുകയാണ്. ബട്ട് ഈവൻ ഇൻ ദ റെയിൻ ദേ ലാഫ്ഡ്, ഡാൻസ്ഡ് ആൻഡ് ഹാഡ് ഫൺ ടുഗെദർ. പക്ഷേ മഴയാണെങ്കിൽ പോലും അവർ ചിരിക്കുകയും ഡാൻസ് കളിക്കുകയും ഒരുപാട് ഫണ്ണായിട്ടൊക്കെ ചിരിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യുകയാണ്. ഇതാണ് ഒരു സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതുമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 15 ആണ്. ഡിജിറ്റൽ ടാസ്ക് എന്നുള്ളതാണ്. വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാനും ഓഡിയോ ഡയറി ഉണ്ടാക്കാനുമാണ്. അപ്പോൾ അതും കൂട്ടുകാർ വായിച്ച് ചെയ്തു നോക്കുക. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് 3rd യൂണിറ്റ് ആണ് ഇൻ ഹാർമണി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.